ഗായ്സ് ഇറ്റ്സ് മീ ഷംസ്. അപ്പോൾ രാവിലെ തന്നെ ഒരു യാത്രയാണ്, നേരെ കൊച്ചിയിലേക്ക് വിടുകയാണ്. പാലം കഴിഞ്ഞ് നേരെ കൊച്ചി എത്തി. കൊച്ചി എപ്പോൾ വന്നാലും കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന ലെവൽക്കാണ്. വേറൊന്നും കൊണ്ടല്ല, കൊച്ചിയിലേക്ക് എപ്പോൾ വന്നാലും പുതിയ പുതിയ വൈബ്സാണ് എപ്പോഴും തരുന്നത്. അത് കണ്ട് ഞങ്ങൾ നേരെ മട്ടാഞ്ചേരി പാലസിലേക്ക് പോയി. പാലസും കാര്യങ്ങളൊക്കെ കണ്ട് ഒരു വിൻറ്റേജ് വൈബ് തരുന്നൊരു ഏരിയ തന്നെയാണ് മട്ടാഞ്ചേരി പാലസ്. അങ്ങനെ അതൊക്കെ കണ്ട് നേരെ ഞങ്ങൾ സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. സ്ട്രീറ്റ് നോർമലി ക്രൗഡഡ് ആണ്. ഒരു സൺഡേ ആണ് നമ്മൾ പോയത്. നോർമലി ആൾക്കാർ ഫുൾ തിരക്ക് ഇതൊക്കെ തന്നെയാണ് ആസ് യൂഷ്വൽ. അങ്ങനെ ഞങ്ങൾ നേരെ നടന്ന് ഒരു സിനഗോഗിലേക്ക് എത്തി. നമ്മുടെ പഴയ ജൂയിഷ് സിനഗോഗാണ്. അങ്ങനെ സിനഗോഗിൻ്റെ ഉള്ളിലേക്ക് കയറി. 1500 എസ്റ്റാബ്ലിഷ് ആയ ഒരു സിനഗോഗാണത്. അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് എത്തി. ബീച്ചിൻ്റെ വൈബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചായയൊക്കെ കുടിച്ച് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ് ഫോർട്ട് കൊച്ചി ബീച്ച്. നമുക്ക് ഈ സൺസെറ്റ് കാര്യങ്ങളൊക്കെ കണ്ട് നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റിയൊരു ഏരിയയാണ് ഫോർട്ട് കൊച്ചി ബീച്ച്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് നേരെ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി സ്ട്രീറ്റ് തന്നെ വേറെ തന്നെ ഒരു രസമാണ് നടക്കാൻ. ഒരു ഈവനിങ്ങിലൊക്കെ ഒരു വാക്കിങ്ങിനൊക്കെ പറ്റിയൊരു ഏരിയയാണ്. കുറേ ഫിലിം ലൊക്കേഷൻസ് ഉള്ളൊരു ഏരിയ തന്നെയാണ് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി. ഈ സ്ഥലങ്ങൾ പഴയ ചർച്ചാണ്, സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചാണത്. അങ്ങനെ ചർച്ചും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ലുലു മാളിലേക്ക് എത്തി. മെയിനായിട്ട് ലുലുക്ക് വന്നത് ഡിന്നർ സെറ്റാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ലുലുവൊക്കെ കണ്ട് ഒരു ഡിന്നറൊക്കെ സെറ്റാക്കിയിട്ട് നേരെ റിട്ടേൺ. ഓക്കെ, ബൈ ഗൈസ്.